നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായേക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കണ്ടെത്താനുള്ള സമിതി ഇന്ന് യോഗം ചേരും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം. പ്രഖ്യാപനവും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. വിഷ്ണു ചേരുന്നു ദില്ലിയിൽ നിന്ന്. വിഷ്ണു, ആരൊക്കെയായിരിക്കും ഈ ഒരു സ്ഥാനത്തേക്ക് വരിക? 2 ഒഴിവുകളാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഷമി, തീർച്ചയായിട്ടും 2 ഒഴിവുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന അരുൺ ഗോയൽ കൂടി രാജിവെച്ചത്. അതിനുശേഷം ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് രാജീവ് കുമാർ മാത്രമാണ് ഈ സമിതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് 2 പേരെ കൂടി നിയമിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് സെർച്ച് കമ്മിറ്റി യോഗം 12 മണിയോടുകൂടി ചേരും. നിലവിൽ 2 പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. നീതി ആയോഗ് മുൻ സിഇഒയും കേരള കേഡർ IAS ഓഫീസറുമായിട്ടുള്ള അമിതാഭ് കാന്തിന്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അമിതാഭ് കാന്തിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിക്കാനുള്ള ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന തരുൺ ബജാജിന്റെ പേരും ഈ ഒരു പരിഗണനയിൽ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പരിഗണനയിലുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് തന്നെ ആ ഒരു പ്രഖ്യാപനം വരാനാണ് സാധ്യത. അതിന്റെ സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചതിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നതാണ് കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള പറഞ്ഞത്. ഷമി, നന്ദി വിഷ്ണു.